ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65 അധ്യായം 24 വാക്യം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെടാനുള്ള മാർഗമാണ് ആശയവിനിമയം. ചെണ്ടകൊട്ടിയും തീയുടെ പുക അടയാളമാക്കിയുമൊക്കെയാണ് പുരാതന കാലത്ത് മനുഷ്യ സമൂഹങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തിയിരുന്നത്. സന്ദേശങ്ങൾ സംസാരമോ എഴുത്തോ ആകാം. പഴയകാലത്ത് സന്ദേശവാഹകരായ ഓട്ടക്കാരുണ്ടായിരുന്നു. സന്ദേശങ്ങൾ വേഗത്തിലെത്തിക്കാനുള്ള ആദ്യ മാർഗം കണ്ടെത്തിയത് 1791 അമേരിക്കക്കാരനായ സാമുവൽ മോഴ്സാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 26 അക്ഷരങ്ങളും ഒരു കോഡ് ഉപയോഗിച്ച് വൈദ്യുതി കമ്പിയിലൂടെ കടത്തിവിടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. വൈദ്യുതി മെച്ചമായ വേഗത്തിൽ നീങ്ങുന്നതിനാൽ ഈ മോഴ്സ് കോഡ് ഉപയോഗിച്ച് അയക്കുന്ന സന്ദേശവും വേഗത്തിൽ എത്തുന്നു. വാഷിങ്ടണിനും ബാൾട്ടിമോറിനുമിടയ്ക്ക് 40 മൈൽ അകലെ മോഴ്സിൻ്റെ ടെലഗ്രാഫ് സന്ദേശം ആദ്യമായി വിജയകരമായി കടന്നു ചെന്നു. ആ സന്ദേശം ഇതായിരുന്നു: ദൈവം എഴുതിയതെന്തായിരുന്നു. അടുത്തതായി മനുഷ്യ ശബ്ദം കമ്പികളിലൂടെ അകലങ്ങളിലെത്തിക്കാനായി ശ്രമം. ബോസ്റ്റണിലെ തോമസ് എ വാട്സണോട് ചേർന്ന് സ്കോട്ട്ലൻഡുകാരനായ അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടുപിടിച്ചതോടെ ആ സ്വപ്നവും സഫലമായി. സന്ദേശങ്ങൾ കമ്പികളില്ലാതെ നേരിട്ടെത്തിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചായി പിന്നീട് മനുഷ്യൻ്റെ ചിന്ത. ഇറ്റലിക്കാരനായ മാർക്കോണി റേഡിയോയും വയർലെസ്സും കണ്ടുപിടിച്ചതോടെ അതും സാധിച്ചു. 1901 ഡിസംബർ 12 അദ്ദേഹം ഇംഗ്ലണ്ടിലെ കോൺവോളിൽ നിന്ന് 2000-ലധികം കിലോമീറ്റർ അകലെയുള്ള അമേരിക്കയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിലുള്ള സെൻറ്റ് ജോൺസിലേക്ക് സംസാരിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി. സ്കോട്ട്ലൻഡുകാരനായ ജോൺ ലോഗി ബെയർഡ് ടെലിവിഷൻ കണ്ടുപിടിച്ചതോടെയാണ് മറ്റൊരു പ്രധാന ചുവടുവയ്പ് തുടക്കം കുറിച്ചത്. 1926 ലണ്ടനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രദർശനം. ചിത്രങ്ങളിലെ വെളിച്ചത്തെ റേഡിയോ തരംഗങ്ങളാക്കി മാറ്റാമെന്നും അവയെ വീണ്ടും ചിത്രങ്ങളാക്കി ഒരു ടെലിവിഷൻ സ്ക്രീനിൽ പ്രദർശിപ്പിക്കാമെന്നും അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ ഇന്ന് അകലങ്ങളിൽ ജീവിക്കുന്നവർ തമ്മിലുള്ള ആശയവിനിമയം വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. സമീപകാലത്തെ ഈ നേട്ടങ്ങൾ മഹത്തരം തന്നെ. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളായി തങ്ങളുടെ സൃഷ്ടാവായ ദൈവവുമായി പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും ദൈവമക്കൾ ആശയവിനിമയം നടത്തുന്നു. സ്വർഗത്തിലേക്ക് ദൈവവചനാശ്രിതമായ ഒരു ഫോൺ നമ്പറുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 3 വാക്യം. യഹോവ എന്ന നാമമുള്ളവൻ തന്നെ അരുളി ചെയ്യുന്നു: എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രിയമുള്ളവരെ, ഈ ഫോൺ നമ്പറിൽ നമുക്കും ദൈവവുമായി ബന്ധപ്പെടാം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് പകരാം. കണ്ണുനീരോടെ മുട്ടിന്മേൽ നിന്ന് അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അഭയയാചനകൾ കേൾക്കുന്നതായ ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളെ പകരാം. ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സമയഭേദം കൂടാതെ അങ്ങേ അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശത്തിനായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ എല്ലായ്പ്പോഴും മുട്ടുകൾ മടക്കുവാൻ, കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.